ഭക്ഷ്യക്ഷാമവും വരൾച്ചയും മൂലം പ്രതിസന്ധി നേരിടുന്ന സിംബാബ്വേയിൽ ആനകളെ കൊന്ന് പരിഹാരം കാണാൻ സർക്കാർ പറയുകയാണ്. ഭക്ഷണത്തിനായി 200 ആനകളെ കൊല്ലാനാണ് സർക്കാരിന്റെ തീരുമാനം. കുഞ്ഞുകുട്ടികൾ പോലും വിശന്നു വലയുന്ന സമയം. രാജ്യത്തെ വന്യജീവി അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സിംബാബ്വെ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോട്സ്വാന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യമാണ് സിംബാബ്വെ. നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സിംബാബ്വെ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോട്സ്വാന കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ഇതാണ്. ഏകദേശം 1 ലക്ഷം ആനകളാണ് രാജ്യത്തുള്ളത്. സിംബാബ്വേയിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ കേന്ദ്രമായ ഹാങ്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ആനകളെ ഇതിനായി കണ്ടെത്തുക എന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ആവശ്യത്തിൽ കൂടുതൽ ആനകളുണ്ടെന്ന് സിംബാബ്വേയുടെ പരിസ്ഥിതി മന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞിരുന്നു. നമീബിയ ചെയ്തതുപോലെ ചെയ്യാൻ ഞങ്ങൾക്കും സിംബാബ്വേക്കുമായി ചില കമ്മ്യൂണിറ്റികളുമായും ചർച്ച നടത്തുകയാണ്. അതുവഴി ഞങ്ങൾക്ക് ആനകളെ കൊല്ലാനും മാംസം ഉണക്കാനും പാക്കേജ് ചെയ്യാനും കഴിയും. പ്രോട്ടീൻ ആവശ്യമുള്ള വിഭാഗങ്ങളിലേക്ക് ഇത് എത്തുമെന്നും ഉറപ്പാക്കും. സിംബാബ്വേയുടെ പരിസ്ഥിതി മന്ത്രി സിദോംബിസോ ന്യോനി വോയിസ് ഓഫ് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ ആനകളുടെയും ഭൂരിഭാഗവും ഉള്ളത് ഹാങ്വേയിൽ ആണ്. 65,000 ആനകൾ ഇവിടെ ഉണ്ടെന്നാണ് സ്വിംബാഗർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലും 4 ഇരട്ടിയിലധികം മാത്രമാണ് ഉള്ളത്. 1988-ലാണ് സിംബാബ്വേയെ അവസാനമായി ആനകളെ കൊന്നത്. ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ വരൾച്ചയെ നേരിടുന്ന സിംബാബ്വേയുടെ അയൽ രാജ്യമായ നമീബിയ 83 ആനകൾ ഉൾപ്പെടെ 160 വന്യജീവികളെ കൊന്നൊടുക്കുകയായിരുന്നു. 700-ലധികം മൃഗങ്ങളെ ഇത്തരത്തിൽ കൊന്നൊടുക്കാനാണ് നമീബിയ സർക്കാരിന്റെ തീരുമാനം അന്ന് നടന്നിരുന്നത്. വരൾച്ച കാരണം അടിയന്തരാവസ്ഥയ്ക്ക് പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പട്ടികയിലാണ് സിംബാബ്വേയും നമീബിയയും ഉള്ളത്. UN കണക്കുകൾ പ്രകാരം ഏകദേശം 42% സിംബാബ്വേക്കാർ ദാരിദ്ര്യത്തിലാണ് എന്ന് ജീവിക്കുന്നതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ കുറവായ നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഏകദേശം 6 ദശലക്ഷം പേർക്ക് ഭക്ഷണ സഹായം ആവശ്യമായി വരുമെന്നും അധികൃതർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഭക്ഷണത്തിനായി മൃഗങ്ങളെ വേട്ടയാടാനുള്ള നീക്കത്തിനെതിരെ പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആനകളെ കൂട്ടത്തോടെ കൊല്ലുന്നത് വിനോദസഞ്ചാരി മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ്. ഇത് രാജ്യത്തിന്റെ സ്ഥിതി കൂടുതൽ മോശമാക്കുമെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനിടയിലാണ് ആനകളെ കൊല്ലാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ധാർമ്മിക കാരണങ്ങളാൽ വിനോദസഞ്ചാരികൾ രാജ്യത്തേക്ക് വരുന്നത് കുറയുമെന്നും ഇവർ പറയുന്നുണ്ട്. രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് നമീബിയൻ പൗരന്മാർക്ക് വേണ്ടി പ്രകൃതി സ്രോതസ്സുകളെ ഉപയോഗിക്കാം. രാജ്യത്തെ 84% ഭക്ഷണ സ്രോതസ്സും ഉപയോഗിച്ചു കഴിഞ്ഞതോടെ നമീബിയയിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നാണ് UN പറയുന്നത്. എന്നാൽ ഭക്ഷണമില്ലാത്തതിനായി മാത്രമല്ല വന്യമൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പോലും. മനുഷ്യരും മൃഗങ്ങളും വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി മത്സരിക്കുന്ന അവസ്ഥയിലേക്കാണ് നമീബിയ നിലവിൽ നീങ്ങുന്നത്. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മൃഗങ്ങൾ അലയുന്നതോടെ മനുഷ്യന്റെ കാര്യങ്ങളും അതിലും കഷ്ടമെന്ന് വേണം പറയാൻ. വന്യമൃഗങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുകയാണ്. ഇത് ഒഴിവാക്കാൻ കൂടിയാണ് വന്യമൃഗങ്ങളെ കൊന്നെടുക്കുന്നത് എന്നാണ് അവിടുത്തെ സർക്കാർ സൂചിപ്പിക്കുന്നത്. എന്നാൽ എലിവ് നിന്നോ പ്രതിഭാസത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൊടും വളർച്ച തെക്കേ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ 68 ദശലക്ഷം ജനങ്ങളെ ബാധിച്ചെന്നാണ് കണക്ക്. 2024 തുടക്കത്തിൽ ആരംഭിച്ച വളർച്ച കൃഷിയെ പ്രതികൂലമായി ബാധിച്ചതോടെ ജനങ്ങൾക്ക് ഭക്ഷ്യക്ഷാമത്തിലേക്ക് വഴുതി വീഴേണ്ടി വന്നു. സിംബാബ്വെ, സാംബിയ, മലാവി, ലൊസ്തോ എന്നിവിടങ്ങളിലും ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷം തന്നെയാണ്. എന്നാൽ നേരത്തെ രാജ്യത്തെ ബാധിക്കുന്ന രൂക്ഷമായ വരൾച്ചയ്ക്കെതിരായ അടിയന്തര നടപടിയുടെ ഭാഗമായി ആനകൾ ഉൾപ്പെടെ 100 കണക്കിന് മൃഗങ്ങളെ കൊല്ലാൻ നമീബിയ അനുമതി നൽകിയിരുന്നു. പരിസ്ഥിതി വനം ടൂറിസം മന്ത്രാലയം പ്രഖ്യാപിച്ച ഈ തീരുമാനം വ്യാപകമായ ഭക്ഷ്യപ്രതിസന്ധി മൂലം രൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് മാംസം നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട്. നമീബിയൻ ഗവൺമെന്റിന്റെ സമീപകാല അറിയിപ്പ് അനുസരിച്ച് കൊല്ലുന്നതിൽ 723 മൃഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 30 ഹിപ്പോകൾ, 60 എരുമകൾ, 50 ഇബ്ബാലകൾ, 100 നീലക്കാട്ടാനകൾ, 300 സീബ്രകൾ, 83 ആനകൾ, 100 എലാൻസ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ആവാസ വ്യവസ്ഥയിലെ സന്തുലിതമായി തുടരുമെന്നും ഉറപ്പാക്കാൻ ഈ മൃഗങ്ങളെ ദേശീയ പാർക്കുകളിൽ നിന്നും സുസ്ഥിര ഗെയിം ജനസംഖ്യയുള്ള വർഗീയ പ്രദേശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. ഈ മൃഗങ്ങളിൽ നിന്നുള്ള മാംസം രാജ്യത്തെ പട്ടിണി പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിക്കുമെന്നതിന് വരൾച്ച ദുരിതാശ്വാസ പരിപാടിയിലൂടെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്.